ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിലൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പിസ്സയാണ്. അപ്പോൾ നമ്മളിത് ഓവനില്ലാതെയാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിലേക്കാണ് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നത്. വെള്ളം ഒരുപാട് ചൂടാവാനും പാടില്ല, ലൈറ്റ് ചൂടാണ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഇനി ഞാൻ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഈസ്റ്റൊക്കെ നന്നായി അങ്ങ് പൊങ്ങി അങ്ങ് വരും. അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഈസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടച്ചു വെച്ചേക്കുമായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും അതിന് ശേഷം നമുക്കിനി കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പത്ത് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ നന്നായി അങ്ങ് കുഴച്ച് കൊടുക്കേണ്ടി വരും. നന്നായി കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് മാവ് നന്നായി സോഫ്റ്റായി പൊങ്ങി അങ്ങ് വരുള്ളൂ. 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കോട്ടൺ ക്ലോത്ത്, നനച്ച ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് നമുക്കത് മൂടി അങ്ങ് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേറെ മസാലാസ് ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ കൂടുതൽ മസാലാസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ വെച്ച് അതിലേക്ക് ഒരു സവാള ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയുടെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ കളയാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലടിക്കുമ്പോഴേക്കും വേവുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സോസിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് നന്നായി ഒന്ന്
ആ കോട്ടൺ ക്ലോത്ത് കൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കടായി വെച്ച് അതിലേക്ക് നന്നായി അങ്ങ് സ്പ്രെഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റഡ് ചീസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.